ടീച്ചർ, ഈ പുതിയ കൾച്ചറൽ മാർക്സിസം സമൂഹത്തിൽ ഉണ്ടാക്കുന്ന വിപത്തുകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ കുറച്ചൊക്കെ പറഞ്ഞു. ഇതിൽ തന്നെ ഒരു പുതിയ ഉൾപ്പിരിവ് അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു കൂട്ടിച്ചേർക്കൽ ഒക്കെ സംഭവിച്ചതായിട്ട് മനസ്സിലാവുന്നു. ദ ന്യൂ ലെഫ്റ്റ് എന്ന് പറഞ്ഞ ഒരു പരിപാടി അല്ലെങ്കിൽ ഒരു പദ്ധതി അല്ലെങ്കിൽ ഒരു പുതിയ കൂട്ടിച്ചേർക്കൽ ഇതിലുണ്ടായി എന്നാണ് പറയുന്നത്. എന്താണ് ഈ ന്യൂ ലെഫ്റ്റ്? അത് നേരത്തെ നമ്മൾ ക്രിട്ടിക്കൽ തിയറി എന്ന് പറഞ്ഞ ഒരു പ്രസ്ഥാനം, അതൊരു ബൗദ്ധികമായിരുന്നു കൂടുതൽ. പക്ഷേ ആ ലെവലിൽ നിന്നാൽ പോരല്ലോ. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആക്ടിവിസ്റ്റ് മുന്നോട്ട് വന്നു. അവരുടേതാണ് ദ ന്യൂ ലെഫ്റ്റ് പ്രസ്ഥാനം എന്ന് പറയുന്നത്. അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേരത്തെ ദി ഓൾഡ് ലെഫ്റ്റിന് ബദലായിട്ട് ദി ഓൾഡ് ലെഫ്റ്റ് എന്ന് ഇവർ വിളിക്കുന്നത് ഓർത്തഡോക്സ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഓർത്തഡോക്സ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അപ്പൊ അത് പോരാ, പുതിയ രീതിയല്ലേ, ഇപ്പൊ പുതിയ വഴിയല്ലേ പോകുന്നത്, പുതിയ രീതിയല്ല പുതിയ വഴിയാണ് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് ഇവര് ദ ന്യൂ ലെഫ്റ്റ് പ്രസ്ഥാനം എന്ന് പറഞ്ഞ് അതിൽ കൂടുതലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകർ, ആക്ടിവിസ്റ്റുകളാണ്. അതിൽ സ്കോളേഴ്സും ഉണ്ട്, പക്ഷെ മോസ്റ്റ്ലി ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി എന്തെങ്കിലും ഒക്കെ ചെയ്യുന്നവർ. അതെ, ചെയ്യുന്നവരുമാണ്. പിന്നെ ഈ ആക്ടിവേറ്റ് സോഷ്യൽ മൂവ്മെന്റ്സിനെ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അവരുടെ തിയറിയും ഉണ്ട്, പ്ലസ് ഈ ആക്ടിവിറ്റീസും കൂടെ. സിദ്ധാന്തമുണ്ട്, പ്രവൃത്തിയുണ്ട്. അപ്പൊ അതില് പ്രധാനപ്പെട്ട ഒരാളാണ് അന്റോണിയോ ഗ്രാംഷി എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്, അദ്ദേഹം പറയുകയാണ് ഇപ്പോൾ മുതലാളിത്ത വ്യവസ്ഥയിൽ ഈ കൾച്ചറൽ ഹെഗിമണിയാണ് പ്രധാനം. ഈ മുതലാളിത്ത വ്യവസ്ഥയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അതിനെ പോഷിപ്പിച്ച് നിലനിർത്തുന്നത് സാംസ്കാരിക നായകത്വമാണ്. മുതലാളിമാരുടെ അല്ലെങ്കിൽ ആ വ്യവസ്ഥയുടെ ആ വ്യവസ്ഥയിൽ ക്യാപിറ്റലിസ്റ്റ് ആണ് സാംസ്കാരിക നായകത്വം എടുത്തിരിക്കുന്നത്. അതായത് മനുഷ്യരുടെ സംസ്കാരത്തെ എല്ലാം നമ്മളിപ്പോൾ എന്തൊക്കെ ഇഷ്ടപ്പെടുന്നു, എന്തൊക്കെ ഇഷ്ടപ്പെടുന്നില്ല, ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്നത് ഇവരാണ്. അതായത് ഈ കൾച്ചറിനെ സ്വാധീനിച്ചു നിൽക്കുകയാണ് മുതലാളിത്തം. അപ്പോൾ അതിനെയാണ് കൾച്ചറൽ ഹെഗിമണി അല്ലെങ്കിൽ സാംസ്കാരിക നായകത്വം എന്ന് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹം അതുകൊണ്ട് പറയുന്നത് കമ്മ്യൂണിസ്റ്റുകൾ എന്ത് ചെയ്യണം, ഈ കൾച്ചറൽ ഏരിയയിൽ മനുഷ്യൻ്റെ നമ്മൾ നേരത്തെ പറഞ്ഞ കല, സാഹിത്യം, വിശ്വാസം അതിലൊക്കെ കയറണം. അല്ലാതെ മതം പിന്നെ ഓപ്പിയമാണ് എന്നൊക്കെ പറഞ്ഞ് തള്ളിക്കളയാതെ ആ മതത്തിൽ നമ്മൾ നുഴഞ്ഞു കയറണം. മാറ്റിവെച്ചിട്ട് നമ്മൾ കാര്യങ്ങളിലേക്ക് ഇറങ്ങി ചെന്നിട്ട് അതിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കണം. അപ്പൊ അതിന്റെ നായകത്വം ഏറ്റെടുക്കണം. ഇപ്പൊ ശ്രദ്ധിച്ചിട്ടില്ലേ, ഈ ദേവസ്വം ബോർഡുകൾ ഭരിക്കാം, അമ്പല ട്രസ്റ്റുകളുടെ ചെയർമാനും പ്രസിഡന്റും ഒക്കെ ആകാം. ഇപ്പൊ ക്ഷേത്രങ്ങളിലെല്ലാം കമ്മ്യൂണിസ്റ്റുകാർ കയറുന്നുണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കും ഇവർക്ക് എന്താണ്, ഇവർക്ക് മനമാറ്റം വന്നോ, വ്യത്യാസം വന്നോ എന്നൊക്കെ. അല്ല, ഈ നായകത്വം ഏറ്റെടുക്കാനാണ്. അതുപോലെ തന്നെ കലാസാഹിത്യത്തിൽ നമ്മൾ കണ്ടിട്ടില്ലേ, മുക്കിലും മൂലയിലും ഒക്കെ ഓരോ സംഘടന കൊണ്ടുവരും. ഇതെല്ലാം നിയന്ത്രിക്കുന്നത് ഇവരാണ്, കമ്മ്യൂണിസ്റ്റുകളാണ്. അതുപോലെ തന്നെ വായനശാലകളെല്ലാം അവരുടെ നിയന്ത്രണത്തിലെടുത്തു. അങ്ങനെ കേരളത്തിൽ തന്നെ 2 സംഘടനകളുണ്ടല്ലോ, പുരോഗമന കലാസാഹിത്യ സംഘവും പിന്നെ ശാസ്ത്ര സാഹിത്യ പരിഷത്ത്. ഈ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് തുടക്കം വേറെയായിരുന്നു. അതിന്റെ തുടക്കം ഒരിക്കലും ഇവരല്ല കൊണ്ടുവന്നത്, പക്ഷെ ഇവരേറ്റെടുത്തു. പക്ഷേ ഈ പുരോഗമന കലാസാഹിത്യം എന്ന് പറയുന്നത് ഇവരുടേതാണ്. അതെ, അതിലൂടെ ഇവര് ഈ കൾച്ചറൽ മാർക്സിസ്റ്റുകൾ ഈ നായകത്വം എടുക്കാൻ അവർ പ്രേരിപ്പിക്കുന്നത് എങ്ങനെയാന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ബിലോ മെഡിയോക്കർ ആയിക്കോട്ടെ, അങ്ങനെയുള്ള കലാസാഹിത്യകാരന്മാരുണ്ടെങ്കിലും അവരെ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുക, അവർക്കൊരു വലിയ അവാർഡൊക്കെ വെച്ച് പിടിപ്പിച്ചു കൊടുക്കുക. അങ്ങനെ പ്രത്യേകിച്ചും അവനിർമ്മാണം നടത്തുവാണെങ്കിൽ തീർച്ചയായിട്ടും കൊടുക്കണം. അതാണ് MTക്കും കാർവേക്കും ഒക്കെ കിട്ടിയത്, അവാർഡ് കിട്ടിയത്. അവർ ചെയ്ത അവനിർമ്മാണമാണല്ലോ. അപ്പൊ അതുപോലെ അവനിർമ്മാണം നടത്തുന്നവർക്കെല്ലാം അവാർഡൊക്കെ കൊടുത്ത് അവരെ അങ്ങ് നായകന്മാരാക്കണം. ഈ ഒരു അവാർഡ് കിട്ടിയപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ അവാർഡ് കിട്ടിയാൽ അവർ വലിയ ആൾക്കാരാണ്. ജനത്തിനെ സംബന്ധിച്ച് അവരുടെ ആ ക്വാളിറ്റി എന്താണെന്ന് ജനം അറിയത്തില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അവാർഡ് പിടിച്ചു കൊടുക്കണം. പിടിച്ചു കൊടുത്തിട്ട് അത് തന്നെ കൊടുക്കുന്നത് ഇവരായിരിക്കും. അവാർഡ് കൊടുക്കുന്നവരും വാങ്ങുന്നവരുമായി മാറുക. അപ്പോൾ ഇവര് കലാസാഹിത്യ മേഖലയിൽ ഇവരങ്ങ് സമൂഹത്തിന്റെ കണ്ണിൽ അവർക്കൊരു വേറിട്ട അങ്ങനെ ഉള്ളവർ പറയുമ്പോൾ സാധാരണ ജനം വിശ്വസിക്കും. അപ്പൊ അവരെ കൊണ്ട് ജനങ്ങളുടെ മനസ്സിൽ
സ്വാധീനം ചെലുത്തുക. ഇതാണ് അന്റോണിയോ ഗ്രാംഷി പറഞ്ഞത്. ഇതിനാണ് കൾച്ചറൽ ഹെഗമണി. പിന്നെ ഇവര് ഈ ദ ന്യൂ ലെഫ്റ്റ് പ്രസ്ഥാനം ഏറ്റെടുത്തുള്ള ചില വിഷയങ്ങളാണ്. ചില വിഷയങ്ങളെടുത്ത് ഈ ഇപ്പോഴുള്ള സമൂഹത്തിൻ്റെ കെട്ടുറപ്പിനെ അതിനെ ഇല്ലാണ്ടാക്കണം, അതിനെ വിഘടിപ്പിക്കണം. അപ്പോൾ അതിന് ഉതകുന്ന വിഷയങ്ങൾ അവരെടുക്കും. ഇപ്പോൾ വംശീയാധിപത്യം എന്നൊക്കെ പറഞ്ഞെടുക്കുമ്പോൾ ഓരോ വംശങ്ങളായിട്ട് ഒരു ജനതയെ പല വംശങ്ങളായിട്ട് കാണുക. എന്നിട്ട് അവർ തമ്മിൽ ക്ലാഷ് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഇനി ഉണ്ടാക്കണം എന്നുള്ള ഇതിൽ അവരെടുക്കും. സാഹിത്യത്തിലുമൊക്കെ ഈ തരം ഇപ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത MTയുടെ പുസ്തകത്തിൽ 2-ാം ഊഴത്തിൽ അതുപോലെ തന്നെ കാർവേ ചെയ്തതാണ്. കാർവേയാണ് തുടക്കം കുറിച്ചത്. അതിൽ ശ്രദ്ധിച്ചില്ലേ, നാഗങ്ങളെ മഹാഭാരതത്തിലെ ആ മിസ്റ്റീരിയസ് നാഗങ്ങളെ ഇവര് നാഗഗോത്രമാക്കി മാറ്റി. എന്നിട്ട് ആ ഗോത്രങ്ങളെ ആര്യന്മാർ അറ്റാക്ക് ചെയ്ത് അവരെ പിടിച്ച് അവരെ ഉപദ്രവിച്ച് അവരുടെ സ്ഥലം പിടിച്ചെടുത്തു. ഈ രീതിയിൽ അതിനെ വ്യാഖ്യാനിച്ചത് ഇതാണ്. വംശീയാധിപത്യം ആര്യന്മാർ സ്ഥാപിക്കും. ഈ ആര്യന്മാർ ഇന്ത്യയിൽ വന്നു എന്നുള്ള എനിക്ക് യാതൊരു തെളിവുമില്ല. ഇവിടെ ഉള്ളവരാണ്. എങ്കിൽ പോലും ഇവർ വിചാരിക്കുന്നത് പുറത്തുനിന്ന് വന്ന് ഇവിടെയുള്ള ഗോത്രവർഗക്കാരെ എല്ലാം ഉപദ്രവിച്ച് കൊന്നു. ഈ കൊന്നതിന് യാതൊരു തെളിവില്ല. അതുപോലെ തന്നെ ആര്യ ദ്രാവിഡ ക്ലാഷ് ഇവർ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും. അതായത് കട്ടിംഗ് സൗത്ത് എന്നൊക്കെ പറഞ്ഞ് അതായത് ദ്രാവിഡ സ്റ്റേറ്റുകളെ രണ്ടാക്കണം, ഇന്ത്യയെ രണ്ടാക്കണം, നോർത്ത് ആൻഡ് സൗത്ത് എന്നുള്ള രീതിയിൽ. സത്യത്തിൽ ദ്രാവിഡ സംസ്കാരം ഇന്ത്യയിൽ ഉടനീളം വ്യാപിച്ചിരുന്നതാണ്. നമുക്ക് വൈഷ്ണവിസവും അതുപോലെ ശൈവിസം ഇതൊക്കെ എടുത്ത് നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ആര്യ സംസ്കാരവും വളരെ പുരാതന കാലത്ത് തന്നെ എല്ലായിടത്തും സ്പ്രെഡായിരുന്നു. അങ്ങനെയാണ്. അപ്പൊ ഇത് രണ്ട് സംസ്കാരം ഒരിടത്ത് ഇപ്പൊ തന്നെ നമ്മൾ എത്ര മതങ്ങൾ ഇവിടെ ഉൾക്കൊള്ളുന്നു ഭാരതം. അപ്പൊ രണ്ട് സംസ്കാരങ്ങളെ ഒരു രാജ്യത്തിന് ഒരു രാഷ്ട്രത്തിന് ഉൾക്കൊള്ളാൻ പറ്റിയില്ല എന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണെന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത് ചെറിയ അതായത് മെറ്റാ നറേറ്റീവ് വേണ്ട. അതായത് എല്ലാവർക്കും കൂടെ കോമൺ പ്രിൻസിപ്പിൾസും നിയമങ്ങളും ഒന്നും വേണ്ട. ചെറിയ പോക്കറ്റ് ആക്കുക ജനതയെ. എന്നിട്ട് അതിൻ്റെ ഓരോന്നിലും ഓരോന്ന് ഇഷ്യൂ ആയിട്ട് എടുക്കുക. അതാണ് മെറ്റാ നറേറ്റീവ്സിന് എതിരായിട്ട് ഇവർ പോസ്റ്റ് മോഡേണിസം ആണ് അത് കൊണ്ടുവന്നത്. അത് ഇവരും സ്വീകരിച്ചു. ചെറിയ പ്രശ്നങ്ങളാക്കി മാറ്റുക, അതിനെ സ്പ്ലിറ്റ് ചെയ്ത് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് പലതാക്കി മാറ്റുക. അതിൽ വരുന്നതാണ് ഇവരുടെ ഈ സ്ത്രീ സ്വാതന്ത്ര്യവും ഈ ജെൻഡർ ഇഷ്യൂ അവർ എടുക്കുന്നതും. എന്തിനാണ്? സ്ത്രീകളോടത്തുള്ള അവർക്ക് സ്വാതന്ത്ര്യം കിട്ടണം, കിട്ടണമെന്ന് അവർ പറയുന്നു. പക്ഷെ അതൊന്നും ശരിയായ ഒരു അർത്ഥത്തിലല്ല. അവരുടെ സ്വാതന്ത്ര്യം എന്താണ്? ഫാമിലിയിൽ ഒതുങ്ങരുത്, അവിടെ നിന്ന് കെട്ടുപൊട്ടിച്ച് പുറത്തേക്ക് വരണം, പിന്നെ ആണായാലും പെണ്ണായാലും വികാരങ്ങൾക്ക് കടിഞ്ഞാണിടരുത്. അപ്പൊ അതൊക്കെ സമൂഹത്തിനെ ചിന്ന ഭിന്നമാക്കുന്ന രീതിയാണ്. അപ്പൊ ഇവർ പറയുന്ന ഈ കുടുംബ ഭദ്രത എന്നൊക്കെ പറയുന്ന ഇത് ബൂർഷ്വാ സിദ്ധാന്തമാണ്, കുടുംബ ഭദ്രത. അപ്പൊ അതെല്ലാം സ്പ്ലിറ്റ് ആക്കണം. അങ്ങനെയാണ് എസ്റ്റാബ്ലിഷ്മെന്റിനെതിരെയാണ് നമ്മുടെ യുദ്ധം. അതാണ് ഇപ്പൊ ഈ സ്ത്രീ സ്വാതന്ത്ര്യത്തെ കുറിച്ച് ഇവര് അതിന് പിന്നെ ഇവര് ചില ഇഷ്യൂസ് എടുക്കും. സ്ത്രീകളെ അടിച്ചമർത്തി പണ്ട് കാലം തൊട്ട് പുരാതന ഭാരതമൊക്കെ സ്ത്രീകളെ അടിച്ചമർത്തി എന്ന് പറഞ്ഞിട്ടാണ് ഈ താടകയുടെ ഇഷ്യൂ ഒക്കെ എടുക്കുന്നത്. താടക എടുത്തിട്ട് പറയും ലോകത്തിലെ ആദ്യത്തെ സ്ത്രീ ഹത്യ രാമനാണ് ചെയ്തത്, അത് ഭാരതത്തിലായിരുന്നു എന്നുള്ളതാണ്. അത് ശരിക്കും പറഞ്ഞാൽ സ്ത്രീ ഹത്യ അവിടെ നടത്തേണ്ടി വന്നത് അവിടെ വാൽമീകി രാമായണം എടുത്ത് വായിച്ചു നോക്കാത്തോണ്ടല്ല, ഇവർ മനഃപൂർവ്വം മിസ്ഇന്റർപ്രറ്റ് ചെയ്യുന്നതാണ്. പക്ഷെ സാധാരണ ജനം ഇത് വായിച്ചിട്ടില്ലാത്തവർക്ക് അങ്ങനെ തോന്നും. യഥാർത്ഥത്തിൽ അവരൊരു സ്ത്രീ അല്ലായിരുന്നു, അവരൊരു യക്ഷിയായിരുന്നു. അപ്പൊ യക്ഷിയാണ്, എന്നിട്ട് പോലും രാക്ഷസിയല്ല യക്ഷിയായിരുന്നു. രാക്ഷസ സ്വരൂപം അവർക്കുണ്ട്. പക്ഷേ അവർ ആദ്യം ഒരു യക്ഷിയായിരുന്നു, പിന്നെ ശാപം കൊണ്ട് രാക്ഷസീയ സ്വഭാവം കൂടെ കിട്ടി. രണ്ടും കൂടെ ആയപ്പോൾ ഇവർ ആ നാട്ടിൽ ആരെയും നടക്കില്ല, എല്ലാവരും കൊന്നു തിന്നുന്നതാണ് അവർ. മനുഷ്യർ അത്രയും ഭക്ഷിച്ചു കളയും. അപ്പൊ ഇവരെ രണ്ടുപേരെയും വിശ്വാമിത്രനെയും രാമനെയും ലക്ഷ്മണനെയും അറ്റാക്ക് ചെയ്ത് കൊല്ലാൻ വന്നാണ്. അപ്പോൾ വലിയ പാറകളൊക്കെ വലിച്ചെറിഞ്ഞ് അപ്പോൾ രാമന് ഒരൊറ്റ അസ്ത്രം മതി ഇവരെ കൊല്ലാൻ. പക്ഷെ രാമൻ ചെയ്യാതെ ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്യുന്നില്ല, അങ്ങോട്ടും വല്ല എന്തെങ്കിലുമൊക്കെ ചെറിയ അമ്പൊക്കെ അയച്ച് ശരീരത്തിനെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ ചെയ്യും, അല്ല ജീവൻ എടുക്കുന്നില്ല. അവസാനം വിശ്വാമിത്രൻ പറഞ്ഞു, ഇനിയും ഇത് തുടർന്നു പോയാൽ, അവളെ കൊല്ലാതെ ഇനിയും കൊണ്ടുപോയാൽ രാത്രിയായി കഴിഞ്ഞാൽ യക്ഷിക്ക് പവർ കൂടും, താമസിക ശക്തി വർദ്ധിക്കും. അപ്പൊ അതുകൊണ്ട് പിന്നെ കൊല്ലാൻ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് ഇപ്പം കൊല്ലണം എന്ന് പറഞ്ഞു. എന്നിട്ട് പ്രത്യേകം പറഞ്ഞു,
സ്ത്രീ എന്ന് വിചാരിച്ച് നീ ഇവളെ പിന്നെ വെറുതെ വിടരുത്. കൊല്ലാൻ മടിക്കരുത്, അവൾ യക്ഷിയാണ്, എത്രയോ മനുഷ്യരെ കൊന്നു തിന്ന യക്ഷിയാണ്, അതുകൊണ്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു യക്ഷിയെ കൊന്നതിന് സ്ത്രീ ഹത്യ, ലോകത്തിലെ ആദ്യത്തെ സ്ത്രീ ഹത്യ, അതുപോലെ ശൂർപ്പണകയെ അംഗച്ഛേദം ചെയ്തതിനൊക്കെ രാമനെ കുറ്റം പറയുകയാണ്. എന്നിട്ട് ശൂർപ്പണക ഒരു സ്ത്രീയല്ലേ, അവൾക്കില്ലേ വികാരം, അവളൊന്നും ഇഷ്ടപ്പെട്ട്, രാമനെ ഒന്നും ഇഷ്ടപ്പെട്ടതിന് ഇങ്ങനെ ചെയ്യണോ എന്നാണ് ചോദിക്കുന്നത്. സത്യത്തിൽ ഇഷ്ടം എന്ത് ഇഷ്ടമാണ് എന്ന് നമ്മൾ ആലോചിക്കണം. കാരണം രാമൻ്റെ അടുത്തേക്ക് ഈ ഇവൾ തന്നെ വിവാഹം ചെയ്യണം, ഭാര്യയാക്കണം എന്ന് പറഞ്ഞാൽ ചെന്നപ്പോൾ രാമൻ പറഞ്ഞു, എനിക്ക് ഭാര്യയുണ്ട്, പിന്നെ ലക്ഷ്മണന് ഭാര്യ കൂടെ ഇല്ലല്ലോ, ലക്ഷ്മണൻ്റെ അടുത്ത് ചെല്ലൂ എന്ന് പറഞ്ഞു. അങ്ങനെ ലക്ഷ്മണൻ ഉടനെ തന്നെ മാറി. അപ്പോൾ ഇതൊരു പ്രേമമാണോ, ഇഷ്ടമാണോ? ഉടനെ തന്നെ ലക്ഷ്മണൻ്റെ അടുത്തേക്ക് ചെന്നു. അപ്പോൾ ലക്ഷ്മണൻ വീണ്ടും പറഞ്ഞു, ഞാൻ വെറും ദാസനാണ് അദ്ദേഹത്തിൻ്റെ, രാമൻ്റെ ദാസനാണ്, അപ്പോൾ നിന്നെ ഞാൻ വിവാഹം ചെയ്താൽ നീ വെറും ദാസിയായി പോകും എന്ന് പറഞ്ഞു. ഒട്ടൻ ഷിഫ്റ്റ് ചെയ്ത് രാമൻ്റെ. ഇതെന്ത് ഇഷ്ടമാണ്? ഇതാണോ ഈ കൾച്ചറൽ മാർക്സിസ്റ്റിന്റെ ഇഷ്ടം, പ്രേമം എന്നൊക്കെ പറയണത്? ഇത് വെറും കാമവികാരമാണ്. പക്ഷെ അതിനെയാണ് ഇവർ വലിയ ഇഷ്ടമായിട്ട് പറഞ്ഞിട്ട്, പാവം ഒരു സ്ത്രീ ഒരാളിനെ പ്രേമിച്ചു അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടു, അതിനെ അംഗച്ഛേദം ചെയ്യണോ എന്നൊക്കെയാണ്. ശരിക്കും പറഞ്ഞാൽ ആ സ്ത്രീ ആയതുകൊണ്ട് അവർ വെറുതെ വിട്ടതാണ്, അംഗച്ഛേദം ചെയ്ത് വിട്ടതാണ്. അല്ലെങ്കിൽ കൊല്ലാമായിരുന്നല്ലോ അവർക്ക്, അല്ലേ? അപ്പോൾ ഈ തരത്തിൽ എല്ലാ ഈ ദുർവ്യാഖ്യാനങ്ങളുടെയും പിന്നിൽ കൾച്ചറൽ മാർക്സിസമാണ്. ദ ന്യൂ ലെഫ്റ്റിന്റെ ആക്ടിവിസം മാത്രമല്ല, നേരത്തെ നമ്മൾ പറഞ്ഞ ക്രിട്ടിക്കൽ തിയറി, അതിലും ഒക്കെ ഇത് ഏതാണ്ട് ഒരുപോലെയാണ്. കുട്ടികളെ, കുടുംബത്തെ, എല്ലാം ശിഥിലമാക്കുക. അപ്പോൾ ശിഥിലമാക്കിയാലേ ഇവർക്ക് കമ്മ്യൂണിസ്റ്റ് വ്യവസ്ഥ സ്ഥാപിക്കാൻ പറ്റൂ എന്നുള്ളതാണ്. അതിന് എവിടെയും അടിച്ചമർത്തൽ കാണുക. അത് ശരിക്കും നിയന്ത്രണങ്ങളെപ്പോലും, എല്ലാ നിയന്ത്രണങ്ങളെയും, ഇപ്പോൾ നമുക്കൊരു സോഷ്യൽ മൊറാലിറ്റി ഇല്ലേ, ഇൻഡിവിജ്വലിന് ഒരു മൊറാലിറ്റി ഇല്ലേ, കുടുംബത്തിലും ഒരു മൊറാലിറ്റി, ഇതിനെല്ലാം മൂല്യങ്ങളെല്ലാം ഇല്ലാണ്ടാക്കണം അടിച്ചമർത്തലിന്റെ പേരിൽ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.